കാരണം കഴിഞ്ഞ കുറേ ദിവസമായി 20-ാം തീയതി ആരംഭിച്ച പാർലമെന്റ് ഒരു ദിവസം പോലും സമ്മേളിക്കാൻ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല ഇന്ന് വളരെ ക്രൂഷ്യലായ ഒരു ദിവസമാണ്. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും അവരുടെ മാതാപിതാക്കന്മാരോടൊപ്പം ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു അൾട്ടിമേറ്റം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ. ആ അൾട്ടിമേറ്റം എന്ന് പറയുന്നത് ഇന്ന് 2 മണിക്കകത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ അദ്ദേഹത്തെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തില്ലെങ്കിൽ പിന്നെ സമരം പ്രധാനമന്ത്രിക്കെതിരെയായി മാറും. പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടും. ഇന്ന് മോഹൻ ഭഗവത് പോലും പ്രധാനമന്ത്രിക്കെതിരെ ഇൻഡയറക്റ്റായി അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിനായി ആകെ നമ്മൾ ചെലവാക്കുന്നത് 1.4 ലക്ഷം കോടി രൂപയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ നീറ്റിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്ന പൈസ 1.3 ലക്ഷം കോടി രൂപയാണ്. ഇത്ര ഗുരുതരമായ ഒരു അഴിമതി രാജ്യത്ത് നടന്നിട്ട് 154 ചോദ്യക്കടലാസ് ചോർന്നിട്ട് പലരും 28 ലക്ഷം, 20 ലക്ഷം, 15 ലക്ഷം, 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ ചോദ്യപേപ്പർ വാങ്ങിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാളെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കേണ്ട ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, അതുപോലെ മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടവരെ ഇങ്ങനെ വ്യാജമായി സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ വന്നിരിക്കുന്നത്. ഇതിനെ പ്രധാനമന്ത്രി നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ജാലിയൻ വാലാബാഗിൽ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചത്. നമുക്കറിയാം, പെല്ലറ്റ് ഗണ്ണുണ്ട്, അതുപോലെ ഇലക്ട്രിക് ബാറ്റുമുണ്ട്, അതുപോലെ ആണിതറച്ച ലാത്തി കൊണ്ടാണ് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്. ഒരു പെൺകുട്ടി മരണവുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഒരാളിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്ര ഗുരുതരമായ ഒരു സംഭവവികാസം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി ദുരഭിമാനം വെടിഞ്ഞ് അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കി ഈ വിദ്യാർത്ഥികളുടെയും നമ്മുടെ രാജ്യത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് ഒരു പാർലമെന്റ് അംഗം എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെയും അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ എംപിമാർ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരത്തിൽ രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രംഗം, അതുപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന രംഗം, ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന രംഗം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം പാർലമെന്റ് അംഗങ്ങൾക്ക് പോലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം സാധ്യമാകുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഓഗസ്റ്റ് 13 വരെ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം തുടർന്ന് നടത്താൻ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല, ഇന്ത്യ മുന്നണി അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിന് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ